ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്ന്, നബിയെ, ഇസ്ലാം നമ്മൾ പരസ്യപ്പെടുത്തണം നബിയെ, ഇത് സ്വകാര്യം വെക്കാനുള്ളതല്ല, ഇത് ഉറക്കെ പറയണം നബിയെ, ഇത് ആളുകൾ അറിയണം. ശുദ്ധീകരിക്കുന്നവരോട് നബിയുടെ മറുപടി, ശുദ്ധീകേ, വേണ്ട വേണ്ട, ഇന്നാ ഖലീൽ, നമ്മൾ കുറച്ചല്ലേ ഉള്ളു ശുദ്ധീകേ, നമ്മൾ ആളുകൾ കുറച്ചല്ലേ നബിയെ, അത് പ്രശ്നമല്ല, ഞാനത് വിളിച്ചു പറയും നബിയെ, ഞാനത് ഉറക്കെ പറയാൻ പോവുകയാണെന്ന് ശുദ്ധീക് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ നബി ഞങ്ങളൊന്നും പറഞ്ഞില്ല. ശുദ്ധീകരിക്കുന്നവരെ കഅബാലയത്തിന്റെ മുമ്പിലേക്ക് അവിടെ ചെന്നിട്ട് ഉറക്കെ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഓടി വരുന്നു ശിർക്കിന്റെ കോമരങ്ങൾ, ഓടി വരുന്നു ഉത്ബ, തന്റെ പരിപരത്തെ ചെരുപ്പ് കൊണ്ട്, മരത്തിന്റെ ചെരുപ്പാണത്, ശുദ്ധീകരിക്കുന്നവരുടെ മുഖത്തടിക്കുന്നു, മൂക്ക് മുറിയുന്നു, കണ്ണ് ചമന്ന് തുടുക്കുന്നു, മുഖത്ത് മുഴുവനും മുറിവാണ്. ശുദ്ധീകരിക്കുന്നവരെ താഴെ വീഴുന്നു. അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞ ഒരു കുറ്റമല്ലാതെ ശുദ്ധീകരിക്കുന്നവർ അവരാരോടും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ശുദ്ധീകരിക്കുന്നവരെ അടിച്ചവരെ മഹാനവരുടെ വയറ്റത്ത് കയറി നിന്നു. ശുദ്ധീകരിക്കുന്നവരെ മണ്ണിൽ വെച്ച് ഉരുട്ടുകയാണ്. ഓടി വരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർ, ബനൂ തമീമുകാർ, അവരോടി വരുന്നു. ഞങ്ങളുടെ ബന്ധുവായ സിദ്ദീഖിനെങ്ങാനും മരണം സംഭവിച്ചാൽ ഞങ്ങളതിന് പകരം മക്കയിലെ പ്രമാണിയായ ഉത്ബ, ആ ഉത്ബയാണിത് ചെയ്തതെങ്കിൽ ഉത്ബയെ ഞങ്ങൾ വകവരുത്തുമെന്ന് കുടുംബ ബന്ധം നോക്കിയിട്ട്, ഇസ്ലാം നോക്കിയിട്ടല്ല, അവരും വെല്ലുവിളി ഉയർത്തുന്നു. ഇതൊന്നും കേൾക്കാതെ ബോധം കെട്ട് വീണ് കിടക്കുകയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടിയുടെ ആഘാതത്താൽ മഹാനവളെ കൊല്ലാനാണ് അവർ വന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇസ്ലാമിന്റെ വചനം ഉറക്കെ വിളിച്ചു പറഞ്ഞ ആദ്യത്തെ പ്രഭാഷകനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സത്യം വിളിച്ചു പറഞ്ഞ ആദ്യത്തെ ഖതീബ്. അവരെ മഹാനവറുകളെ കൊല്ലാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനമല്ല. അള്ളാഹുവിന്റെ തീരുമാനം ഈ ഉമ്മത്തിന് മുജദ്ദിദീങ്ങൾ വേണം. ഈ ഉമ്മത്തിന് പിൽക്കാലത്ത് വരാൻ പോകുന്നവർ 1000 നാവ് കൊണ്ട് സ്മരിക്കുന്ന, 1000 കാതുകൊണ്ട് കേൾക്കാൻ കൊതിച്ചു പോകുന്ന, ചരിത്രം രചിക്കുന്ന മഹത്തുക്കൾ ഇവിടെ ജീവിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. മഹാനവറുകൾ മരിച്ചിട്ടില്ല. അപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മരിച്ചോ ഇല്ലേ എന്ന് പോലും അറിയില്ല. മുഖം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ആകെ മുറിവുകളാണ്. വീട്ടിലേക്ക് ചെന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇച്ചിരി ബോധം വരുന്നു. സന്ധ്യാമയങ്ങുന്നേരത്ത്, രാത്രിയാവാൻ നേരത്താണ് ബോധം പൊങ്ങുന്നത്. രാവിലെ അടികിട്ടിയിട്ട് ബോധം ഇട്ട് വീണ സിദ്ദീഖ് എന്നവര് വൈകുന്നേരം ബോധമൊക്കെ തിരിച്ചു വന്നപ്പോ ആദ്യം ചോദിച്ച ചോദ്യം, മാ ഫഅല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന് എന്താണ് പറ്റിയത്? കണ്ണ് തുറന്ന പാടെ ചോദിച്ച ചോദ്യം അതാണ്. അതുവരെ ഇന്നലെ വരെ തന്റെ കൂട്ടുകാരനും സുഹൃത്തുമാണ്. ഇന്ന് നിബിതങ്ങൾ റസൂലാണ്, വെറും കൂട്ടുകാരനല്ല. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന, ലോകർക്ക് റഹ്മത്തുൽ ലിൽ ആലമീനായി വന്ന മുത്തു നബിയാണത്. എന്റെ റസൂലിന് എന്തു പറ്റി? അതുവരെ മുഹമ്മദ് എന്ന് വിളിച്ചിരുന്ന സിദ്ദീഖ് എന്നവരെ ഇനി ഹബീബിനെ മുഹമ്മദ് എന്നല്ല വിളിക്കുന്നത്, യാ റസൂലല്ലാഹ്. ഒരു സമപ്രായക്കാരൻ തന്റെ സമപ്രായക്കാരനായ കൂട്ടുകാരനോട് എന്ത് സൗഹൃദത്തിന്റെ സ്വാതന്ത്ര്യം പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ ആദരവും ബഹുമാനവും കൊടുത്ത് മഹാൻ ചോദിച്ചു, എന്റെ റസൂലിന് എന്താണ് പറ്റിയത്? ഉമ്മ, എന്റെ റസൂലിന് എന്തു പറ്റി? ഉമ്മ മുസ്ലിമല്ല, ഉമ്മ മുസ്ലിമത്തല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, മോനെ, നിന്റെ കൂട്ടുകാരന്റെ കഥയൊന്നും എനിക്കറിയില്ല. ഉമ്മ പറഞ്ഞു, മോനെ, ഇച്ചിരി വെള്ളം കുടിക്ക്, ഇച്ചിരി ഭക്ഷണം കഴിക്കും മോനെ. നേരം വൈകിപ്പോയിക്കൊണ്ട് രാവിലെ വീട്ടിന്നിറങ്ങിയ ആളല്ലേ, ഈ പരുവത്തിൽ അടികിട്ടിയിട്ടല്ലേ വരുന്നത്. ഒന്ന് വെള്ളം കുടിക്കുന്ന, ഭക്ഷണം കഴിക്ക്. ഉമ്മ, ലാ അദൂഖു തുആമൻ ഹത്താ അറാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ണുകൊണ്ട് കാണാതെ ഞാനിനി ഭക്ഷണം കഴിക്കില്ല ഉമ്മ. മോനെ, നിന്റെ റസൂൽ എവിടെയാണെന്ന് എനിക്കെന്തറിയാം? അന്വേഷിച്ചു നോക്കി നുമ്മ.
ഇദ്ഹബി ഇലാ ഉമ്മി ജമീൽ ഫാത്തിമ ബിൻതിൽ ഖത്താബ്. ഖത്താബിന്റെ പുത്രിയുണ്ടല്ലോ ഫാത്തിമ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ. അവരെന്ന് മുസ്ലിമറ്റാണ്, സ്വകാര്യമായി മുസ്ലിമായിട്ടുണ്ട്, ആരും അറിയാതെ. കാരണം ഇത് മക്കയിലെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യകാലം. താടന പീഡനങ്ങൾ സഹിക്കുകയല്ലാതെ ഒരിക്കലും ആത്മസംയമനം പാലിക്കുക, നിസ്കാരം നിലനിർത്തുക എന്നല്ലാതെ പ്രതികരിക്കാൻ പോലും അല്ലാഹു അനുമതി കൊടുക്കാത്ത മക്ക കാലഘട്ടമാണിത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനറിയാം ഹബീബിനെ കുറിച്ച് ഇനി അറിയാൻ സാധ്യതയുള്ള ഒരു മഹദിയുണ്ട്. അത് ഉമർ എന്നവരുടെ പെങ്ങളാണ്. ഉമർ എന്നവരെന്ന് മുസ്ലിമായിട്ടില്ലെന്നറിയണം. ഉമർ എന്നവർ മുസ്ലിമായിട്ടില്ല, പക്ഷേ പെങ്ങൾ മുസ്ലിമറ്റാണ്. ഫാത്തിമ ബിൻതുൽ ഖത്താബ് റളിയല്ലാഹു അൻഹ, ഉമ്മു ജമീൽ എന്നാണ് അവരറിയപ്പെടുന്നത്. ഉമ്മു ജമീലിനോട് ചെന്ന് ചോദിക്കും, എന്റെ റസൂലിന് എന്താണ് പറ്റിയത്? എന്റെ റസൂലിനെ അവരടിച്ചോ? എനിക്കടി കിട്ടിയിട്ടുണ്ട്, ശരിയാണ്. എന്റെ റസൂലിനെ അവരടിച്ചോ? എന്റെ റസൂൽ എന്ന് നാവിലൂടെ ഉരുവിടുന്നത് ഇന്നലെ വരെ കൂട്ടുകാരനായി നടന്ന സ്വന്തം ജീവിത സഹചാരിയായ നബിയെയാണ്. ഇനി മുഹമ്മദ് എന്നല്ല വിളിക്കുന്നത്, ഇനി റസൂലുള്ളാഹ്. ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, ഇത് അല്ലാഹുവിന്റെ ദൂതരാണ്. അത് ആമന്നാ വസദ്ദഖ്ന എന്ന് ആദ്യം വിളിച്ചു പറയുകയും ലോകത്ത് വരാൻ പോകുന്ന സർവ്വ മനുഷ്യരിൽ നിന്ന് ഈമാൻ ചുരണ്ടിയെടുത്ത് അവരിൽ സ്വഹാബികളുണ്ട്, അവരിൽ ഔലിയാക്കന്മാരുണ്ട്, അവരിൽ പ്രഗത്ഭരായ അലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരുടെ ഖൽബിൽ നിന്നും ഈമാൻ ചുരണ്ടിയെടുത്ത് തുലാസിന്റെ ഒരു തട്ടിലും സിദ്ദീഖ് എന്നവരുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ കനം തൂങ്ങുന്നത് എന്റെ സിദ്ദീഖിന്റെ ഈമാനാണെന്ന് മുത്തനബിതങ്ങൾ പറഞ്ഞ ആ ഒരു കൂട്ടുകാരനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ചോദിച്ചു, ഉമ്മു ജമീലിനോട് പോയി ചോദിക്കും, എന്റെ റസൂലിന് എന്ത് പറ്റി? മോനെ വെള്ളം കുടിക്ക്. വേണ്ട ഉമ്മ, എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് എന്റെ റസൂലിനെ കാണണം. ഉമ്മ ചെന്നു. ഉമ്മു ജമീൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക്. ഇത് നബിയുടെ മോളല്ല ഫാത്തിമ, ഇത് ഖത്താബിന്റെ മകൾ ഫാത്തിമ, ഉമർ തങ്ങളുടെ പെങ്ങള്. ഉമ്മു ജമീൽ എന്ന മുസ്ലിമറ്റാണ്. ഉമ്മു ജമീലെ, എന്തേ മുഹമ്മദ് നബിയുടെ അവസ്ഥ എന്താ നിനക്കറിയോ? ചോദിച്ചു, എന്ത് പറ്റി? എന്റെ മോൻ സിദ്ദീഖ് ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. ആ മഹദിയുടെ ഒരു ത്യാഗം നോക്കണം. എന്തേന്നറിയോ? സിദ്ദീഖ് തങ്ങളുടെ ഉമ്മ മുസ്ലിമറ്റല്ല, ഒരു സ്വകാര്യം കൈമാറുമ്പോ അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി നോക്കുകയാണ്, അതിന്റെ സീക്രസി. ഈ ഉമ്മയെങ്ങാനും ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുത്താലോ? ഞാൻ അങ്ങ് വരാം, സിദ്ദീഖിനെ കാണാൻ ഞാൻ അങ്ങ് വരാം, വീട്ടിൽ വരാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുന്നു. ആ ചെമന്ന് കലങ്ങിയ കണ്ണുകളുമായി, ഉമ്മു ജമീലെ, മാ ഫഅല റസൂലുള്ളാഹ്, എന്നടിച്ചതിന് ശേഷം എന്റെ റസൂലിന് എന്താണ് പറ്റിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ റസൂൽ എവിടെയാണ്? എന്റെ ഹബീബിനെയും അവരടിച്ചുവോ? സിദ്ദീഖേ, ഞാൻ പറയാം, പക്ഷേ നിങ്ങളുടെ ഉമ്മ കുഴപ്പമില്ല ഫാത്തിമ, അതെന്റെ ഉമ്മയാണ്, ഉമ്മൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കില്ല. സ്വകാര്യം കൈമാറാൻ നോക്കണം. അത് ഇസ്ലാമിന്റെ പേരിൽ ഒരു സ്വകാര്യമാകുമ്പോ അത് ആരും ഒറ്റുകൊടുക്കാൻ ഇടവരരുത് എന്ന് ഹബീബായ നബി തങ്ങളുടെ കൂട്ടുകാരന് ദൃഢനിശ്ചയമുണ്ട്, സാക്ഷ്യമുണ്ട്. ഉമ്മു ജമീലിന് സാക്ഷ്യമുണ്ട്. പക്ഷേ സിദ്ദീഖ് എന്നവർ പറഞ്ഞു, പ്രശ്നമാക്കണ്ട, എന്റെ ഉമ്മയല്ലേ, പറഞ്ഞോളൂ. എന്റെ കൂട്ടുകാരൻ ഹബീബിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ദാറു ഇബ്നു അബുൽ അർഖമിന്റെ വീട്ടിലുണ്ട് നബി തങ്ങൾ. ഇന്നഹു ഫീ ദാരി ഇബ്നു അബുൽ അർഖം, ഇബ്നു അബുൽ അർഖമിന്റെ വീട്ടിലുണ്ട് നബി. ഓ, അവിടെ ഉണ്ടോ? എനിക്കൊന്ന് കാണണം. എങ്ങനെ സിദ്ദീഖേ, നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ലല്ലോ, കാല് മുറിവുകളല്ലേ? വേണ്ട, ഞാൻ വരാം. ഉമ്മയുടെ തോളിൽ ഒരു കൈയും ഉമ്മു ജമീൽ ഫാത്തിമ ബിൻതുൽ ഖത്താബിന്റെ തോളിൽ മറ്റൊരു കൈയും വെച്ചിട്ടാണ് സിദ്ദീഖ് എന്നവർ നടന്നു പോയത്. 1 മൈലോളം നടക്കണം അങ്ങോട്ട്. നടന്ന് ചെന്ന് ദാറുൽ അർഖമിലേക്ക്, ദാറ് ഇബ്നു അബുൽ അർഖമിലേക്ക് നിബിതങ്ങളെ കാണാൻ കയറി ചെല്ലുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ നിബിതങ്ങൾ കാണുമ്പോൾ സിദ്ദീഖ് തങ്ങളെ ഉമ്മ വെക്കുകയാണ് ഉണ്ടായത്. അല്ലാഹുവിന്റെ റസൂൽ, എന്റെ കൂട്ടുകാരാ, നിങ്ങൾക്ക് പ്രയാസമുണ്ടായോ?
അറിയോ? നിങ്ങൾ അവരെ തല്ലിയല്ലേ, നിങ്ങൾ അവരെ വിഷമിപ്പിച്ചല്ലേ? ബി അബീ അൻത വ ഉമ്മീ ലൈസ ബീ മിൻ ബഅസിൻ ഇല്ലാ മാ നാലൽ ഫാസിഖു മിൻ വജ്ഹി യാ റസൂലല്ലാഹ്. എനിക്കൊന്നും പറ്റിയിട്ടില്ല നബിയേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആ ഫാസിഖായ സമ്മാടിയായ ഉത്ബ എന്റെ മുഖത്തടിച്ച ഒരു മുറിവ് നബിയെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ആ ഒരു മുഖത്തെ മുറിവല്ലാതെ, ആ ഫാസിഖ് ചെയ്ത പണിയല്ലാതെ ഒരു പ്രയാസവും എനിക്കില്ല നബിയേ. അങ്ങേക്ക് സുഖമാണോ നബിയേ? സിദ്ദീഖേ, എനിക്ക് വളരെ പ്രയാസമൊന്നുമില്ല സിദ്ദീഖേ, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. യാ റസൂലല്ലാഹ് നബിയേ, എന്റെ ഉമ്മയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. നോക്കണം ഇനി സിദ്ദീഖ് എന്നവർ ചിന്തിക്കുന്നത്. നബിയെ നോക്കണം. യാ റസൂലല്ലാഹ് ഹാദിഹി ഉമ്മി ബറത് ബിവലദിഹാ വഅൻത മുബാറക്. നബിയെ, ഈ ഉമ്മ തന്റെ മോനോട്, ഞാനെന്ന അബൂബക്കറിനോട് വല്ലാത്ത നന്മ ചെയ്തിട്ടുണ്ട് നബിയെ. അങ്ങയെ കാണാൻ എന്നെ കൊണ്ടുവന്നില്ലേ, എന്നെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചില്ലേ, അങ്ങയെ കാണണമെന്ന് കൊതി പറഞ്ഞപ്പോ എന്റെ ഉമ്മ ആ വാശിക്ക് എനിക്ക് നിന്നു തന്നല്ലോ നബിയേ. നബിയേ വഅൻത മുബാറകുൻ, അങ്ങ് ബറക്കത്തുള്ള ആളല്ലേ നബിയേ. അതുകൊണ്ട് ഫദ്ഉല്ലാഹ ലഹാ, എന്റെ ഉമ്മാക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണം നബിയേ. എന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിക്കണം, എന്റെ ഉമ്മ അങ്ങയെ വിശ്വസിക്കണം. വദ്ഉഹാ ഇലല്ലാഹി അയസ്തൻഖിദഹാ മിനന്നാർ. അല്ലാഹുവിനോട് ദുആയിരിക്കും നബിയേ, എന്റെ ഉമ്മ നരകത്തിലേക്ക് പോകാതെ രക്ഷപ്പെടണം. ശുദ്ധീകരിക്കുന്നവരുടെ ആഗ്രഹം നോക്കണം. ഹദി കിട്ടിയിട്ട്, പ്രഹരം കിട്ടിയിട്ട് ശരീരം തളർന്നു കിടക്കുന്ന ശുദ്ധീകരിക്കുന്നവർ ഓർക്കുന്നത് നരകത്തിലേക്ക് തന്റെ ഉമ്മ പോയിക്കൂടാ. നബിയേ, എന്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാനെന്ന് ദുആ ചെയ്യൂ നബിയേ. എന്റെ ഉമ്മയോട് ഇസ്ലാം സ്വീകരിക്കാൻ പറയൂ നബിയേ. എന്റെ ഉമ്മാക്ക് ഈ വിലപ്പെട്ട നിധി നഷ്ടമായാൽ എന്റെ ഉമ്മാക്ക് നാളെ അല്ലാഹുവിന്റെ നരകശിക്ഷ വരുമല്ല നബിയേ. അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുവേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ മനസ്സ് ഇസ്ലാമിലേക്ക് തോന്നിപ്പിക്കണേ നബിയേ. അവർക്ക് ഹിദായത്ത് ഇസ്ലാമിലേക്ക് തോന്നിപ്പിക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, സിദ്ദീഖിന്റെ ഉമ്മയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തപ്പോൾ ആ ഉമ്മ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ഒരു സംസാരം കേട്ടപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശ്വസിച്ചത്. ഇനി ബാക്കിയുള്ള തന്റെ ഒരു വാപ്പയാണ്. ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു. അബൂബക്കർ ആയേ उनको भी यही पैगाम पहुंचाया, खुदा के दीन की तलकीन की इस्लाम पहुंचाया. कहा मुझको मेरे रब ने नबूवत दे के भेजा है, हिदायत दे के भेजा है, शरीयत दे के भेजा है. मैं आया हूँ कि बंदों को खुदा के दर पे ले जाऊं. मैं आया हूँ कि बंदों को खुदा के दर पे ले जाऊं. नजाते दुनियावी उखरवी की राह दिखलाऊं. कहा अबू बकर ने सरकार आमन्ना व सद्दक़ना, मेरे मालिक मेरे मुख्तार आमन्ना व सद्दक़ना.